നിങ്ങളോടുകൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കുവാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജനും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവരെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരിപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാനും വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കുവാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊടുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുവിശേഷത്തില് ദൈവത്തിൻ്റെ കരുണയെ ഇത്ര മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് കരുണയുടെ സുവിശേഷം എന്ന പേരിലാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തില് ദൈവത്തിൻ്റെ കരുണയെ പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട 3 ഉപമകൾ ഈശോ പറയുന്നത് കാണാൻ പറ്റും. ഒന്ന്, കാണാതെ പോയ ആടിൻ്റെ ഉപമ, കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ, അതുപോലെ തന്നെ കാണാതെ പോയ ഈ മകൻ്റെ ഉപമ. ധൂർത്തപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുമെങ്കിലും അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു. കാണാതെ പോയ ഒരു മകൻ്റെ കഥയാണ്. ഈ ഒരു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഉപമയിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇത്രമാത്രം കരുണയുള്ള ദൈവത്തെയാണ് ഈശോ ഫരിസേയരുടെയും ചുങ്കക്കാരുടെയും പാപികളുമായിട്ടുള്ള ആളുകൾ ഈശോയെ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു വയ്ക്കും. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ചു കേട്ട പ്രതിവചന സങ്കീർത്തനത്തിലും പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ്, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇത്രമാത്രം ശക്തമായി ഇടപെട്ട് അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഇത്രമാത്രം കരുണ കാണിച്ചതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു.
അതേസമയത്ത് ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഒരു സങ്കീർത്തകനും ഓരോ കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുക, അവരുടെ ജീവിതാനുഭവങ്ങൾ. പക്ഷേ ഈ ഒരു കരുണയിൽ നിന്നൊക്കെ ഒത്തിരിയേറെ ആളുകൾ വ്യതിചലിച്ചു പോയ നിമിഷങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ദൈവം പ്രവാചകന്മാരിലൂടെയും സങ്കീർത്തനങ്ങളിലൂടെയും മറ്റ് ദൈവപുരുഷന്മാരിലൂടെയൊക്കെ പറഞ്ഞു വെക്കുന്ന കാര്യം, ദൈവം ഇത്രമാത്രം കരുണയുള്ളതാണ്, ദൈവം എത്രമാത്രം കരുണ കാണിക്കുന്നവനാണ് എന്നുള്ളത്. അവർക്ക് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സമീപിക്കുവാനോ ദൈവത്തെ എപ്പോഴും അപ്രാപ്യനായ ഒരു വ്യക്തിയായിട്ട് അവർ കണ്ടിരുന്നത്, നേരിട്ട് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ ഇത്രമാത്രം കരുണയുള്ളതായി നമ്മുടെയൊക്കെ തിരിച്ചു വരവിൽ നമ്മളെയൊക്കെ വീണ്ടും സ്വീകരിക്കുവാൻ തയ്യാറായ മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ കാരുണ്യവാനായ ദൈവത്തെയാണ് ഈശോ അവിടെയൊക്കെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുക. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ ഒത്തിരിയേറെ ആളുകൾ ഈശോയുടെ വചനം കേൾക്കുവാനായിട്ട് ഈശോ അടുക്കലേക്ക് വന്നു. പാപികളും ചുങ്കക്കാരും സമൂഹത്തിൽ എല്ലാ രീതിയിലും അവഗണിക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾ ഈശോയുടെ അടുക്കലേക്ക് വന്നു. കാരണം അവർക്കൊക്കെ ഒരു വലിയ സ്വാന്തനമായിട്ടായിരുന്നു ഈശോയുടെ ഓരോ പ്രബോധനങ്ങളും. അതായത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? പാപത്തിൻ്റെ അവസ്ഥയാണോ? മകളെ നീ തിരിച്ചു വരിക, നിന്നെ കാത്തിരിക്കുന്ന കാരുണ്യവാനായ ഒരു പിതാവുണ്ട്. ഇത് ഈശോ പഠിപ്പിച്ചൊരു കാര്യം. അതിനുവേണ്ടിയായിരുന്നു ഈ ഉപമ പറഞ്ഞത്. ഈശോയുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു ഉപമകളിലൂടെ അല്ലെങ്കിൽ നല്ല കഥകളിലൂടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ മനസ്സിലാക്കി ദൈവരാജ്യത്തെക്കുറിച്ചും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും അധികം ഈശോ വിജയിച്ചു. കാരണം ഇത്രമാത്രം ഹൃദയസ്പർശിയായി തൻ്റെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. അവിടെ നമ്മൾ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇത്രമാത്രം സ്നേഹത്തോടെ കരുണയോടെ മകന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവത്തെ കാണാൻ, പിതാവിനെ കാണാൻ പറ്റും. അത് ദൈവത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. രണ്ടാമതായിട്ട് ഈ അപ്പന് 2 മക്കളുണ്ടെന്ന് പറഞ്ഞു. 2 മക്കള്, ഒന്ന് ഏറ്റവും ഇളയ മകൻ പിതാവിനോട് പറയുന്നുണ്ട്, എൻ്റെ സ്വത്ത് മുഴുവനും എനിക്ക് എഴുതി തരിക, എൻ്റെ സ്വത്ത് മുഴുവൻ എനിക്ക് എഴുതി തരിക, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളാം. അവൻ്റെ സ്വാർത്ഥതയും അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ആക്രോശമൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് അപ്പൻ്റെ കാലശേഷമാണ് അപ്പൻ്റെ സ്വത്തുകൾ മേടിക്കുന്നത്. ഇളയ മകൻ അപ്പനോട് പറയുകയാണ്, എൻ്റെ സ്വത്ത് മുഴുവൻ എനിക്ക് തിരിച്ചു തരിക എന്ന് പറയുമ്പോൾ അപ്പനെ മരിച്ചവനായിട്ട് കണക്കാക്കിയാണ് സ്വത്ത് മേടിച്ചുകൊണ്ട് അവൻ ഈ ദൂരദേശത്തേക്ക് പോകുക. അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ ആഗ്രഹിച്ചതുപോലെയൊന്നും അവർക്ക് അവിടെ കാര്യങ്ങൾ നടന്നില്ല. അവൻ വിചാരിച്ചു അവൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് അവന് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കായിരുന്നു അവൻ്റെ ജീവിതം പോയത്. പല രീതിയിൽ അവരുടെ ആൾക്കാർക്ക് വേണ്ട വ്യാഖ്യാനിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യോബിനിങ്ങനെ തകർച്ചയുണ്ടായി, അപ്പനെ ഉപേക്ഷിച്ച് പോയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കി പോയത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാളും ഉപരി അവൻ്റെ ജീവിതത്തിൽ അവനെടുത്ത തെറ്റായ തീരുമാനം അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ്. അവിടെ പന്നിക്കൂട്ടങ്ങളുടെ ഇടയിൽ കിടക്കുമ്പോഴാണ് അവന് സുബോധമുണ്ടായി എന്ന് വചനം പറയും. അവിടെ സുബോധമുണ്ടായി. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും അംഗീകരിക്കാനോ കാണാനോ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം മൃഗമായിരുന്നു പന്നി. പന്നികളെ അവർക്ക് അംഗീകരിക്കാൻ പോലും കാണാൻ പോലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ആ ഒരു പന്നിക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് ആയി കഴിയുമ്പോഴാണ് അവൻ്റെ പരിതാപകരമായ അവസ്ഥയെ കാണിക്കുവാൻ വേണ്ടിയാണ് ഈശോ അപ്രകാരം പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് അവന് സുബോധമുണ്ടായി. അവനെടുക്കുന്ന തീരുമാനമാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകും, ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകും. പ്രിയപ്പെട്ടവനെ, അവൻ്റെ മനസ്സിൽ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ യാതൊരു രീതിയിലുള്ള വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഒരിക്കലും പിതാവ് എന്നെ മകനായിട്ട് വീണ്ടും സ്വീകരിക്കും, എനിക്ക് വലിയ ഒരു പദവിയോ സ്നേഹമോ അല്ലെങ്കിൽ പരിഗണനയൊക്കെ തരുമെന്നുള്ള വിചാരത്തോടെയല്ല, അങ്ങയുടെ ഒരു ദാസനായിട്ട് എന്നെ കണക്കാക്കിയാൽ മതി. സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഈ മകൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് അവനെ സ്വീകരിച്ച തൻ്റെ പിതാവ് ദൂരെ ആയിരിക്കുമ്പോൾ തന്നെ പിതാവ് നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം പിതാവ് ഈ മകൻ ഇവിടെ നിന്ന് പോയതിന് ശേഷം ഉറങ്ങിയിട്ട് പോലുമില്ല, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ പുറത്ത് തന്നെയാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, മകൻ വരുന്നുണ്ടോ. ഇത്രയും സ്നേഹമുള്ള സ്നേഹനിധിയായ ഒരപ്പനെ വിട്ടിട്ടാണ് ഈ മകൻ പോയത്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മുടെയൊക്കെ ജീവിതത്തിലും
ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പാപത്തിൻ്റെ സുഖം തേടി പോകുമ്പോൾ ദൈവം നമ്മളോട് പറയാം, മകനെ മകളെ നീ തിരിച്ചു വരിക, നിന്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ഞാൻ. നീ തിരിച്ചു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നവനാണ് ഞാൻ. കാരണം ഞാൻ കാരുണ്യവാനാണ്, എൻ്റെ കാരുണ്യത്തിൽ നീ അഭയം പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനഭാഗം നമുക്ക് തരുന്നൊരു വലിയ സന്ദേശമുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക. ഈ നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുന്നതും അതുതന്നെയാണ്. വീണ്ടും കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, കർത്താവെ, ഇത്രയും സ്നേഹിക്കുന്ന നിന്നെ അറിയാൻ ഞാൻ വൈകിപ്പോയല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും നമുക്ക് തിരിച്ചു നടക്കാം. നമ്മുടെ പാപത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ച് വീണ്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വ്യാപരിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി ഇന്ന് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.